Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ജനറേറ്ററുകളും മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഡീകോഡ് ചെയ്യാം. ഭാഗം എ. തന്നിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിക്കുക. ഒരു ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആർമേച്ചറിൽ പ്രേരിതമാകുന്ന കറന്റുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ആണിത്. ചോദ്യം എ. ഇതൊരു എസി ജനറേറ്റർ ആണെന്ന് കുട്ടി എയും ഡിസി ജനറേറ്റർ ആണെന്ന് കുട്ടി ബിയും ഇത് രണ്ടും ആകാമെന്ന് കുട്ടി സിയും പറയുന്നു. നിങ്ങൾ ആരോടാണ് യോജിക്കുന്നത്? ഉത്തരം സാധൂകരിക്കുക. നമുക്ക് ചോദ്യം എ നോക്കാം. നമ്മൾ കുട്ടി സിയോടാണ് പൂർണ്ണമായും യോജിക്കേണ്ടത്. ഇതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഏതൊരു ജനറേറ്ററിന്റെയും ആർമേച്ചറിൽ ആദ്യം ഉണ്ടാകുന്നത് എസി മാത്രമാണ്. പിന്നീട് സ്ലിപ്പ് റിങ്ങുകൾ ഉപയോഗിച്ച് എസി ആക്കിയോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് ഡിസി ആക്കിയോ ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം ബി. ഒരു എസി ജനറേറ്ററിലും ഡിസി ജനറേറ്ററിലും ആർമേച്ചറുകൾ നിശ്ചലമാക്കി വെച്ച് കാന്തം കറക്കുന്നു. ഈ ക്രമീകരണത്തിൽ ഔട്ട്പുട്ടിന്റെ സ്വഭാവം എന്തായിരിക്കും? കാരണം വ്യക്തമാക്കുക. ഔട്ട്പുട്ടിന്റെ സ്വഭാവം കർശനമായും എസി ആയിരിക്കും. കാരണം വളരെ ലളിതമാണ്. കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ ആർമേച്ചർ നിശ്ചലമായിരിക്കും. നിശ്ചലമായ ഒരു ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എസിയെ ഡിസി ആക്കി മാറ്റാൻ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എസിയെ ഡിസി ആക്കി മാറ്റാൻ കഴിയില്ല. ഇനി ചോദ്യമായ ഭാഗം ബി നോക്കാം. നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കുക. എല്ലാ ചിത്രങ്ങളിലും സോളിനോയിഡുകളും ബൾബുകളും പച്ചിരുമ്പ് കോറുകളും ഒരുപോലെയാണ്. ചോദ്യം എ. ഓരോ ബൾബിന്റെയും പ്രകാശം താരതമ്യം ചെയ്യുക. നമുക്ക് ബൾബുകളുടെ പ്രകാശം കൃത്യമായി താരതമ്യം ചെയ്യാം. ആദ്യം സർക്യൂട്ട് എ, ഡി എന്നിവയിലെ ബൾബുകൾ ഒട്ടും പ്രകാശിക്കില്ല. അടുത്തതായി ബൾബ് ബി പ്രകാശിക്കുമെങ്കിലും പ്രകാശം കുറവായിരിക്കും. എന്നാൽ ബൾബ് സി പരമാവധി പ്രകാശത്തോടെ പ്രകാശിക്കും. ചോദ്യം ബി. നിങ്ങളുടെ ഉത്തരത്തെ പിന്തുണയ്ക്കുന്ന കാരണങ്ങൾ നൽകുക. ഇതിനുള്ള കാരണങ്ങൾ നോക്കാം. എ, ഡി എന്നീ സർക്യൂട്ടുകൾ സ്ഥിരമായ ഡിസി സ്രോതസ്സുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. കാന്തിക ഫ്ലക്സിൽ തുടർച്ചയായ മാറ്റമില്ലാത്തതിനാൽ സ്ഥിരമായ ഡിസി സർക്യൂട്ടുകളിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നില്ല. ബി, സി എന്നീ സർക്യൂട്ടുകൾ എസി സ്രോതസ്സുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. എസി തുടർച്ചയായി മാറുന്നതുകൊണ്ട് അത് കാന്തിക ഫ്ലക്സിൽ തുടർച്ചയായ മാറ്റം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വിജയകരമായി നടക്കുന്നു. അവസാനമായി സർക്യൂട്ട് സിയിൽ പരമാവധി പ്രകാശം ലഭിക്കാൻ കാരണം അവിടെ ഒരു പച്ചിരുമ്പ് കോർ ഉണ്ട് എന്നതാണ്. ബിയിലെ എയർ കോറിനെ അപേക്ഷിച്ച് ഇത് കാന്തിക ഫ്ലക്സ് ബന്ധം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ ചോദ്യം പരിഹരിച്ചു. നന്ദി. ഹാപ്പി ലേണിംഗ്.